ഇപ്പൊ UK പോകുന്നതിലും ഇതേ വിഷയം തന്നെ. അതിൽ ഈ പിള്ളേരെ പറ്റിച്ചിട്ടാണ് പലയിടത്തും കൊണ്ടുപോകുന്നത്. ഒരു പകുതിയോളം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 50% ആൾക്കാരും അവിടെ പോയിട്ട് കഷ്ടപ്പെടുകയാണ്. അതിൽ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഇവിടുത്തെ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ചിട്ട് പോകുന്നത്. 2, ഇവരുടെ പറ്റിക്കലിൽ പോകുന്നത്. ഈ 2-3 വിഷയത്തിലാണ് ഇവർ പോയി കളയുന്നത്. നൈറ്റ് ലൈഫ് ഉണ്ടാവും, അവിടെ പോയി ചില്ല് ചെയ്യാം, എക്സ്പോഷർ എന്ന് പറഞ്ഞ് പോകുന്നിടത്ത്. ഞാൻ ജോർജിയയിലൊക്കെ ഇവർ പോയപ്പം അവിടുത്തെ ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ടൈമിൽ റൈറ്റിംഗ് ടൈമിൽ പോയതാണ് ഞാൻ. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ മീറ്റ് ചെയ്തപ്പോൾ അവർ ഇതോടെ രക്ഷപ്പെട്ടുകൊണ്ട് പോയതല്ല. പക്ഷെ അവർക്ക് രാത്രി പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. അത് സ്ഥലം അത്രയും ഡാർക്കാണ്. നമ്മൾ 8 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലമാണ്. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് നൈറ്റ് ഒരു പെട്ടിക്കട പോലും ഇല്ല എന്നുള്ള സ്ഥലത്തിലാണ് അവർ എത്തിയത്. ഈ തിരിച്ചറിവുകൾ ഇവിടുന്ന് ആദ്യമേ കൊടുത്തു വിട്ടാലേ കാര്യമുള്ളൂ. ഇപ്പം +2 പഠിക്കുന്ന കുട്ടികൾക്ക് ഇതുണ്ടാവണം, ഈ ബുദ്ധി ഇല്ലെങ്കിൽ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്നുള്ളത് വെച്ചിട്ടാണ് ഇതെല്ലാ സിനാരിയും നമ്മൾ എടുത്തു വെച്ചിട്ട് UK പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പുറത്ത് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവർ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് പട്ടിണി കിടക്കുന്നത്. ഇപ്പം KFC, ഈ മക്ഡൊണാൾഡ്സിലൊക്കെ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭക്ഷണവും വെജിറ്റബിൾസ് മാത്രം കഴിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അഡ്രസ് ചെയ്യാത്ത കുറേ വിഷയങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. എന്തൊക്കെയാണ് ഇഷ്യൂ എന്ന് എടുത്തു വച്ചിട്ടാണ് പിന്നെ ഹാഷിലോട്ടും സിനിമയിലോട്ടും നമ്മൾ